ഹലോ ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അഞ്ജലിയുടെ അടുത്ത് അശ്വിൻ ശ്യാമിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയാണ് കേട്ടോ. ചേച്ചിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അന്ന് എനിക്ക് ശ്രുതിയെ കല്യാണം കഴിക്കേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ അഞ്ജലി ആകെ ഷോക്കായി പോവാണ് കേട്ടോ. പിന്നീടുള്ള സമയത്തൊക്കെ നമ്മുടെ അഞ്ജലി ശ്രുതിയായിട്ട് നന്നായിട്ട് സംസാരിക്കുന്നതായിട്ടാട്ടോ കാണിക്കുന്നത്. അത് കാണുമ്പോൾ നമ്മുടെ മുത്തശ്ശിക്ക് അല്പ സമാധാനമാവാണ് കേട്ടോ. എന്നിട്ട് ശ്രുതിയോട് പറയും, ശ്രുതി, ഞാൻ പറഞ്ഞില്ലേ മോളെ, നിന്റെ അടുത്ത് അവൾക്ക് ഒരു പരിഭവവും ഇല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാവരോടും അവള് വിട്ടു നിൽക്കുന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതിക്കും ഒരാശ്വാസം കിട്ടുകയാണ് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ അശ്വിൻ ചെന്ന് ശ്രുതി അവിടെ ഉറങ്ങിക്കിടക്കായിരിക്കും. അപ്പം അശ്വിൻ കൂടെ അവിടെ കിടന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതി, ഞാൻ എല്ലാ കാര്യങ്ങളും ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. ചേച്ചിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. എനിക്കിപ്പോൾ ചേച്ചിയോടെന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിന്റെ അടുത്ത് തുറന്നു പറയാൻ പറ്റുന്നുണ്ട് ശ്രുതി. നീ ചിലപ്പോൾ ഉണർന്നാൽ എനിക്ക് അതിന് കഴിഞ്ഞെന്ന് വരില്ല. ചേച്ചിയെ പോലെ തന്നെ എനിക്ക് നിന്നെയും ഇഷ്ടമാണ് ശ്രുതി. എൻ്റെ ജീവൻ്റെ ജീവനാണ് നീ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ശ്യാം കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ വീണ്ടും രാത്രിയിൽ കയറി വരാണ് കേട്ടോ. എന്നിട്ട് സെലിനെ വിളിക്കുമ്പോൾ സെലിൻ ചോദിക്കുന്നുണ്ട്, സാർ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്? ഞാൻ പറഞ്ഞില്ല സെലിൻ, എനിക്ക് അഞ്ജലിയെ കാണണം എന്ന് പറയണേ. അതൊക്കെ ഇപ്പോൾ റിസ്ക് ആണ് സാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനോരമ ഉണർന്നു വരികയും ഇവര് സംസാരിക്കുന്നത് കേൾക്കുകയും ചെയ്യാണ് കേട്ടോ. ആരാ അവിടെ, ആരാന്ന് എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്യാം അവിടുന്ന് തടിയും തപ്പി പോകുന്നുണ്ട്. മിക്കവാറും സെലിൻ പെടും എന്നാണ് തോന്നുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.